السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. സ്നേഹബഹുമാനമുള്ള സഹോദരീ സഹോദരന്മാരെ, ഇന്ന് വലിയ പെരുന്നാൾ ദിനം. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ത്യാഗങ്ങൾ സഹിച്ച് ഈ സവിശേഷമായ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ പക്കൽ അതിമഹത്തായ ഒരു ദിനമാണ്. അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന രണ്ട് അതിമഹത്തായ ദിനങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹായും. അതുപ്രകാരം ഇന്ന് ഈദുൽ അദ്ഹ അതിമഹത്തായ പ്രതിഫലങ്ങൾ ലഭ്യമാകുന്ന ഒരു ദിനം. ഈ ദിനത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കെല്ലാം അറിയാം. അത് ബാഹ്യമായ നിലയിലുള്ള ചില അറിവുകൾ മാത്രമാണ്. നമ്മുടെ ഹൃദയ വികാരങ്ങളെല്ലാം അനുനിമിഷം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, വിധി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു വിധാതാവ് നമുക്കുണ്ട്. അത് അല്ലാഹുവാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് വന്നത്? നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? എന്താണ് നമ്മുടെ ഉദ്ദേശം? നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് സദാ നിരീക്ഷിച്ചും വീക്ഷിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹു തആല അവനെ സ്മരിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ട് കാര്യങ്ങൾ ഒരുക്കി വച്ചിരിക്കുകയാണ്. അത് അതിമഹത്തായ രണ്ട് പ്രതിഫലങ്ങളാണ്. ഒന്ന്, അവർ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും പാപമോചനം ലഭിക്കുന്നു. രണ്ട്, അവർക്ക് അതിമഹത്തായ പ്രതിഫലം അല്ലാഹു നൽകുന്നു. അദ്ദാക്കിരീന വദാക്കിറാത്ത്. അല്ലാഹുവിനെ സ്മരിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അല്ലാഹു തആല ഒരുക്കി വച്ചിരിക്കുന്ന കാര്യം ഒന്ന് മഗ്ഫിറത്താണ്. മഗ്ഫിറത്ത് എന്ന് പറയുമ്പോൾ പാപമോചനം. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനും ഈ ഭൂമുഖത്തില്ല. എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ്. കുല്ലു ബിനി ആദമ ഖത്താഊന. അത് അടിവരയിട്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നതാണ്. അത് മാപ്പ് ചെയ്യുകയും വിട്ടുവീഴ്ച കാണിക്കുകയും പരസ്പരം നിങ്ങൾ സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ, സന്തോഷത്തോടെ, സൗഹാർദ്ദത്തോടെ കഴിയുകയും ചെയ്യണമെന്നുള്ള അധ്യാപനമാണ് വിശുദ്ധ ഖുർആൻ മുഴുവൻ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
വിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതും അത് തന്നെയായിരുന്നു. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് പറയുന്നതിനു വേണ്ടി ഓരോ നൂറ്റാണ്ടിലും അള്ളാഹുവിൽ നിന്നുള്ള പ്രതിനിധികൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ നൂറ്റാണ്ടിൽ അല്ലാഹു തആല നിയോഗിച്ച ഒരു നിയോഗിതൻ്റെ ഉപദേശ നിർദ്ദേശമനുസരിച്ച് ഒരുമിച്ച് ചേരുവാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ഈ ത്യാഗ മനോഭാവം നമ്മുടെ മുൻകാല ചരിത്രത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഈദുൽ അദ്ഹ എന്നത് മറ്റു ആഘോഷങ്ങൾ പോലെയുള്ള ഒരു ആഘോഷമല്ല. അതായത് ഇത് ഈദുൽ ഫിത്തർ പോലെ സന്തോഷ പ്രകടനത്തിൻ്റെ ആഘോഷമല്ല. മറിച്ച് ഇത് നമ്മുടെ പ്രിയങ്കരരായ പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർവികനും മഹാനുമായ പ്രവാചകനുമായ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മഹത്തായ ത്യാഗത്തിൻ്റെ സ്മരണ പുതുക്കലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രവാചകനെക്കുറിച്ച്, ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞത് അന ദഅവത്തു അബി ഇബ്രാഹിം, എൻ്റെ പിതാവായ ഇബ്രാഹിമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞാൻ എന്ന് പറയുകയുണ്ടായി. ഇതുപോലെ നമുക്കും പറയാൻ കഴിയണം. ആ ത്യാഗം വരിക്കുവാൻ നമ്മൾ തയ്യാറാണോ എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി അതിമഹത്തായ ഒരു ദിനം നമുക്ക് നൽകിയിരിക്കും. നിങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടി വെച്ച ഓരോ കാലടിയിലും അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾ കുടികൊള്ളുന്നു. ഇവിടെ എത്തുന്നതിന് കാണിക്കാത്ത ശുഷ്കാന്തി മൂലം അലസരായി വീട്ടിലിരിക്കുന്നവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അതിമഹത്തായ പ്രതിഫലങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാർ അല്ല, ബോധവതികളുമല്ല. അങ്ങനെ ആയിരുന്നു എങ്കിൽ ആർത്തവകാരികളായ സ്ത്രീകളെപ്പോലെ, സഹോദരിമാരെപ്പോലും, ഉമ്മാമാരെപ്പോലും സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുവാൻ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുമായിരുന്നില്ല. അത്രയും അതിശ്രേഷ്ഠമായ അതിമഹത്തായ ഒരു ദിനത്തിലാണ് നമ്മൾ പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും വിട്ടുവീഴ്ചയിലും സഹനതയിലും തൻ്റെ സഹോദരൻ്റെ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കുക. തൻ്റെ സഹോദരിയുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ നൊമ്പരങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കി കൊടുക്കുക. അങ്ങനെ മാപ്പിൻ്റെ ദിനമാണ്. നമ്മൾ ചെയ്തു പോയ സകല തെറ്റുകളും മാപ്പാക്കി പുറത്ത് നമ്മൾ സംശുദ്ധരായി ഇന്ന് ജനിച്ച ഒരു ശിശുവിനെ പോലെ ആയിരിക്കും ഈ സ്ഥലം വിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിയണം. എന്താണ് ഈ പ്രവാചകൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തരുന്നത്? തൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്താണ് മാനവരാശിയുടെ മുമ്പിൽ സമർപ്പിച്ചത്? ആ ത്യാഗം എടുത്ത് നമ്മളെ ഉദ്ധരിച്ച് കാണിക്കുകയാണ്. ഈ മഹത്തായ ത്യാഗം മാനവരാശിക്ക് ഒരു പാഠവും ഉണർത്തുപാട്ടുമായി വ്യാപിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ചരിത്രം എല്ലാവർക്കും സുപരിചിതവുമാണ്. ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും അദ്ദേഹത്തിൻ്റെ പുത്രൻ ഹസ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാമയുടെയും ചരിത്രത്തെ ആധാരമാക്കി ഞാൻ തന്നെ അനേകം ഖുതുബകൾ നിർവഹിച്ചിട്ടുണ്ട്. ആയതിനാൽ ഞാൻ പ്രസ്തുത വിഷയത്തിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ആ പെരുന്നാൾ ഖുതുബകൾ വീണ്ടും വീണ്ടും വായിച്ച് മനസ്സിലാക്കുക. ഇത് ഹസ്രത്ത് ഖലീഫത്തുള്ള നമുക്ക് നൽകുന്ന ഉപദേശങ്ങളിൽപ്പെട്ടതാണ്. വലിയ പെരുന്നാൾ ദിനത്തെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ വന്ന ഈ 15-ാം നൂറ്റാണ്ടിൽ ലോകത്തിന് വെളിച്ചമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി വന്ന ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല നടത്തിയിട്ടുള്ള വലിയ പെരുന്നാൾ സംബന്ധമായിട്ടുള്ള അനേകം ഖുതുബകൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ചെയ്ത ത്യാഗത്തിൻ്റെ മഹത്വം എന്താണെന്നും നമ്മളോട് എന്താ കൽപ്പിച്ചിരിക്കുന്നതെന്നും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഒരു ആത്മപരിശോധന നടത്തി നോക്കാൻ പറ്റും. ആ മഹത്തായ ത്യാഗത്തിൽ നിന്നും പാഠം പഠിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. നമുക്കറിയാത്തതും അതുതന്നെയാണ്. അതിൽ നിന്നും നമ്മൾ ഒരു പാഠവും പഠിച്ചിട്ടില്ല. ഒരു പിതാവിന് അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ത്യാഗമില്ലായിരുന്നുവെങ്കിൽ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹുവിൻ്റെ ഖലീലുള്ള ആകുവാൻ സാധിക്കുമായിരുന്നില്ല. എങ്ങനെയാണ് അള്ളാഹു തആല അവൻ്റെ ഖലീലായി? ഖലീൽ എന്ന് പറഞ്ഞ സുഹൃത്ത്, ആത്മസുഹൃത്തിനാണ് പറയുന്നത്. ഏത് കാര്യത്തിന് എപ്പോഴും ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു സുഹൃത്ത്. ആ നിലയിലേക്ക് അള്ളാഹു തആല ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഉയർത്തുവാനുണ്ടായ കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ പ്രതിഷ്ഠിച്ചൊന്ന് സങ്കല്പിച്ച് നോക്കുക. നിങ്ങൾ ഖലീലുള്ളമാരായോ? അതിനുവേണ്ടി ഹസ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം കാണിച്ചു തന്ന പാത നിങ്ങൾ പിന്തുടർന്നോ? എന്തെങ്കിലും ത്യാഗം അത് സംബന്ധമായിട്ട് നിങ്ങൾ ചെയ്തോ?
ചെയ്യുമോ? അത് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധിച്ച് നോക്കണം. കുഞ്ഞുങ്ങളില്ലാതെ അനേക വർഷങ്ങൾ നിങ്ങൾ അള്ളാഹുവിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു. സങ്കല്പിക്കുക, നമുക്കൊരു അനന്തരാവകാശിയെ ഇല്ല. അങ്ങനെ വാർദ്ധക്യ ദശയിലെത്തി. ഹസരത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പിതാവാകുവാനുള്ള ഭാഗ്യം ലഭിച്ച നിങ്ങളെപ്പറ്റി ചിന്തിക്കുക. ഒരു അനന്തരാവകാശിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ യാചന കേൾക്കുന്ന അള്ളാഹു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്യുന്നു. എന്നിട്ട് അവനോട്, അള്ളാഹുവിനോട് നിങ്ങൾക്ക് എത്രമാത്രം സ്നേഹമുണ്ട്, അതിൻ്റെ ആഴം എത്രയാണ് എന്നൊക്കെ അറിയാൻ നിങ്ങളെ പരീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ, നിങ്ങൾക്ക് ഒരു സഹായിയായി തീരാൻ, നിങ്ങൾക്ക് ഒരു അനന്തരാവകാശിയായി തീരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നു എന്നിരിക്കട്ടെ. വാർദ്ധക്യ ദശയിൽ അത് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യൗവന ദശയിലോ മധ്യദിശയിലോ ഒന്നും അത് ലഭിച്ചില്ല. വാർദ്ധക്യ ദശയിൽ അങ്ങനെ നിങ്ങൾക്ക് ആറ്റുനോറ്റിരുന്ന പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭ്യമായ ഒരു കുഞ്ഞ്. എത്രമാത്രം സ്നേഹം നിങ്ങൾക്കുണ്ടായിരിക്കും, അതിൻ്റെ ആഴം എത്രയാണ് എന്നൊക്കെ അറിയാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞു, നിങ്ങൾക്ക് തന്നു. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എന്ത് മാത്രമുണ്ട് എന്നറിയുവാൻ വേണ്ടി അല്ലാഹു തആല ഒരു പരീക്ഷണം നടത്തുന്നു. ആ കുഞ്ഞിനോടുള്ള നിങ്ങളുടെ സ്നേഹം അല്ലാഹുവിനോടുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കാൾ കരുത്തുറ്റതാണോ? നിങ്ങളുടെ മകനാണോ നിങ്ങളുടെ മുമ്പിൽ വലുത്? അതല്ല, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭ്യമായ കുഞ്ഞാണോ നിങ്ങൾക്ക് ഏറ്റവും വലുത്? നിങ്ങളുടെ മകനാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അതിതീവ്രമായ ഒരു പരീക്ഷണം നടത്തുന്നു. നമ്മളുടെ മുമ്പിലൊക്കെ ഈ പരീക്ഷണമൊക്കെ നടത്തിയാൽ എന്തോ ആകാനാണ്. അപ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കാൾ കരുത്തുറ്റതാണോ അതറിയുവാനാണ് അവൻ നിങ്ങളെ പരീക്ഷണത്തിലേക്ക് വിധേയനാക്കുന്നത്. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും അള്ളാഹു പരീക്ഷിക്കുന്നു. ഹസരത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ പുത്രൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമെയും പരീക്ഷിച്ചതുപോലുള്ള അതിതീവ്രമായ പരീക്ഷണങ്ങളൊന്നും പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഇല്ല. പിന്നെ ഇതുപോലൊന്ന് ഒരുമിച്ച് കൂടാൻ പറയുമ്പം അതിന് പോലും നമ്മുടെ പൈശാചിക ശക്തികൾ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ പലതും പ്രലോഭിപ്പിച്ച് നമ്മളെ അവിടെ ഇരുന്നു. അപ്പോൾ അവിടെ ഒരു ആത്മീയ ആചാര്യനുണ്ടാകണം. അവിടെ നിന്നൊരു നിർദ്ദേശം. ഇന്ന് നൂറുൽ ഇസ്ലാം മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം, സിറാജ് മുനീർ മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം ഈ നൂറ്റാണ്ടിൽ വന്ന് അള്ളാഹുവിൻ്റെ ഖലീഫ ആഗ്രഹിക്കുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ശിഷ്യർ അഖിലവും ഇവിടെ സമ്മേളിച്ചിരിക്കണമെന്നുള്ളതാണ്. സിറാജ് മുനീറിൽ സമ്മേളിച്ചിരിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ ആത്മീയമായ നിലയിൽ അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യണം. ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, സ്നേഹസന്തോഷങ്ങൾ പങ്കുവെക്കണം. അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്തുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടുകൂടി പരസ്പരം സ്നേഹാധിക്യം പുനഃസ്ഥാപിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ തിരിച്ചു പോകണം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക്. എന്നിട്ട് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഈദ്, ഈ സംഗമം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഒരു വർഷത്തിൽ 365 ദിവസമുള്ളതിൽ 2 ദിവസം ഈ രീതിയിലുള്ള ഒരു സംഗമത്തിന് വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുകയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സഹോദരിമാരുടെയും ഉമ്മമാരുടെയും അടുത്തേക്ക് ചെന്ന് നിന്ന് സംസാരിച്ച് അവരെ ഉത്ബോധിപ്പിക്കുകയും ചെയ്ത ഇത്തരത്തിൽ മഹത്തായ വട്ടമിട്ട് പറക്കുന്ന 10,000 മലായിക്കത്തുകളുടെ സാന്നിധ്യത്തിലും അകമ്പടിയിലുമാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും വിസ്മരിച്ചുകൊണ്ടുള്ള എന്ത് ഈമാനാണ് നമ്മളിലുള്ളത്. നമുക്ക് ചുറ്റും ഒരുപാട് ദമ്പതികൾ കുഞ്ഞില്ലാതെ ദുഃഖം അനുഭവിക്കുന്നവരായി അവരുടെ ദുഃഖത്തിന് അറുതി വരുത്തുന്നതിനായി അവർ തേടിച്ചെല്ലാത്ത ഇടങ്ങളില്ല. പേരുകേട്ട ഡോക്ടർമാരെ കാണുകയും ചികിത്സയ്ക്കായി അനേകായിരങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അതോടൊപ്പം അള്ളാഹുവിൻ്റെ കാലടികളിൽ വീണ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഹൃദയത്തിൽ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പലരെയും എനിക്കറിയാം. നമ്മളൊക്കെ ഇന്ന് എല്ലാം ആശുപത്രികളിൽ ചെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കാൻ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചോ? നിങ്ങളത് നേടിയിട്ടുണ്ടോ? മറ്റുള്ളവരുടെ കാര്യം അവിടെ ഇരിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ അള്ളാഹു സർവശക്തനാണ്, കരുണാമയനാണ്, സർവദാ പൊറുക്കുന്നവനാണ്, മാപ്പ് ചെയ്യുന്നവനാണ്, എന്തെല്ലാം ഗുണവിശേഷങ്ങൾ. നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങൾ എന്നോട് ചോദിക്കുക.
ഞാൻ അതിന് ഉത്തരം നൽകും, ഞാൻ നിങ്ങളുടെ സമീപത്തുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിനോട് നമ്മൾ എന്ത് ആവശ്യപ്പെട്ടു? അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുകയും ചികിത്സകളെ ഫലപ്രദമാക്കി നൽകുകയും ചെയ്ത അവനിലൂടെ അവരുടെ അടിയുറച്ച വിശ്വാസം കാരണമായി അവർക്ക് അവൻ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർ അത് ആവശ്യമുണ്ടെങ്കിൽ അത് അവർക്ക് നൽകണമോ വേണ്ടയോ, എങ്ങനെയാണ് നൽകേണ്ടത്, എപ്പോഴാണ് നൽകേണ്ടത്, ഏത് പ്രായത്തിലാണ് നൽകേണ്ടത്, ഏത് രീതിയിലാണ്, ഇതൊക്കെ നിശ്ചയിക്കുന്നതിന് ഒരു തഖ്ദീറുണ്ട്. അത് അള്ളാഹുവിന് പക്കലാണ്. അവനുമായിട്ട് നിങ്ങൾ സമ്പർക്കത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, അവനെ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ലഭിച്ചു. എത്ര പ്രാവശ്യം ഹസരത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹസരത്ത് ഖലീഫത്തുല്ലാ മുനീർ അഹമ്മദ് അസീമ യദുല്ലാഹു തആല ആ കാര്യങ്ങൾ നമ്മൾ വീണ്ടും നമ്മളോട് ഉണർത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്നിട്ടും നമുക്കത് നേടുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ പ്രവർത്തന വൈകല്യങ്ങൾ, നമ്മുടെ അന്ധകരണങ്ങൾ വേണ്ടതുപോലെ വർക്ക് ചെയ്യുന്നില്ല. അവൻ കരിഞ്ഞനുരുളിയിരിക്കുന്ന അവൻ്റെ സർഗശക്തികളെ, നമ്മുടെ ശരീരത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്ന സർഗശക്തികളെ വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ അത്രയേറെ പ്രാർത്ഥനകളുടെയും ചികിത്സയുടെയും ഫലമായി ലഭിക്കുന്ന കുഞ്ഞ് ആ കുടുംബത്തിലെ സർവരുടെയും വാത്സല്യനിധിയായി വളരുന്നു. അവന് വേണ്ടതെല്ലാം പഠനത്തിന് വേണ്ടിയോ അല്ലാതെയോ ആകട്ടെ ഏറെ സന്തോഷത്തോടെ വീട്ടുകാർ ചെലവഴിക്കുന്നു. അങ്ങനെയുള്ള സന്തോഷവേളയിൽ പെട്ടെന്ന് ദിവസം ആ കുടുംബത്തിന് ആ കുഞ്ഞ് നഷ്ടമാകുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിച്ചു നോക്കൂ. ആ മാതാപിതാക്കളുടെ ദുഃഖം എത്രമാത്രം ആയിരിക്കും. ഇത്തരം ദുരന്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സർവ്വതും അള്ളാഹുവിനുള്ളതാണ് എന്ന സത്യത്തെയാണ്. അങ്ങനെ നമ്മൾ താലോലിച്ച് വളർത്തുന്ന എത്ര മക്കൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോകുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്. അതെല്ലാം പരീക്ഷണങ്ങൾ തന്നെയാണ്. ഒരു നിമിഷത്തിനിടയിൽ നമ്മിൽ നിന്നും എല്ലാം തിരികെ എടുക്കാൻ ശക്തിയുള്ളവനാണ് അള്ളാഹു. നമ്മൾ വിചാരിക്കും നമുക്ക് എന്തൊക്കെയോ കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അടുത്ത നിമിഷത്തിൽ ഈ സർഗശക്തികളൊന്നും നമുക്ക് ഇല്ലാതെ പോകുന്ന അവസ്ഥാവിശേഷം. അതുകൊണ്ട് നിങ്ങൾ വിനയമുള്ളവരായിത്തീരുക, ദയാലുവായിത്തീരുക. അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങൾ അഖിലവും അല്പച്ചെങ്കിലും നമ്മിലേക്ക് ആവാഹിക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുക. അവൻ ഇച്ഛിക്കുന്നത് പോലെ കാര്യങ്ങൾ നടത്തുന്നു. അവൻ ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ടതില്ല. ആ കാര്യവും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹു താല ആരുടെയും അപ്പനോ ചിറ്റപ്പനോ ഒന്നുമല്ല. അവൻ സൃഷ്ടാവാണ്, സംരക്ഷകനാണ്. എല്ലാ അധികാരവും അവൻ്റെ കരങ്ങളിലാണ്. അവൻ്റെ മുമ്പിൽ അടിമയായി നമ്മൾ കിടന്നു കൊടുക്കുക എന്നുള്ളതാണ്. അവൻ്റെ കൽപ്പനകൾ എന്താണോ അത് നിറവേറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹസരത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ അവസ്ഥ. വാർദ്ധക്യ ദശയിൽ അള്ളാഹു താല അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ പ്രദാനം ചെയ്യുന്നു. അള്ളാഹുവിനോട് ഒരു പ്രത്യേക സ്നേഹം പുലർത്തുന്ന വ്യക്തിയായിരുന്നു ഹസരത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം. ഏകദൈവത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അവനോടുള്ള അദ്ദേഹത്തിൻ്റെ അടിയുറച്ച ആത്മാർത്ഥത, ഭക്തി, സമർപ്പണ മനോഭാവം എന്നിവ അനിതര സാധാരണമായ ഒന്നായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം അനേകം പരീക്ഷണങ്ങൾക്ക് വിധേയനുമായി. ഹസരത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമയ്ക്ക് നടത്തേണ്ടി വന്ന ത്യാഗങ്ങളെപ്പറ്റി വിശുദ്ധ ഖുർആൻ വിശദമായി വായിക്കാവുന്നതാണ്. അദ്ദേഹം പിതാവ് ഉൾപ്പെടെയുള്ള തൻ്റെ സമൂഹത്തിലെ ജനതയ്ക്ക് അവർ തങ്ങൾ സൃഷ്ടിച്ചതിനെയാണ് ആരാധിക്കുന്നത് എന്ന് അവബോധം നൽകി, നിങ്ങൾ തന്നെ കൊത്തിവയ്ക്കുന്ന വസ്തുക്കളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അവരോട് ചോദിച്ച അദ്ദേഹം അവരെ വാസ്തവത്തിൽ നിങ്ങളെയും നിങ്ങൾ നിർമ്മിക്കുന്ന വസ്തുക്കളെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ കഠിനമായി പരിശ്രമിച്ചു. തൻ്റെ പിതാവിനെയും തൻ്റെ സമൂഹത്തിലുള്ളവരെയും നന്നാക്കുന്നതിന് വേണ്ടിയുള്ള കഠിനമായ ശ്രമം. അവർ ഏകദൈവത്തിൽ വിശ്വസിക്കണമെന്നും സർവ്വതിനെയും സൃഷ്ടിക്കുന്ന പ്രപഞ്ചനാഥൻ്റെ മാർഗത്തിൽ, സന്മാർഗത്തിൽ ചരിക്കുന്നവരാകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനത ചെയ്തത് എന്താണ്? അവർ പറഞ്ഞു, നിങ്ങൾ അവന് വേണ്ടി ഒരു ചൂള നിർമ്മിക്കുക, എന്നിട്ട് ജ്വലിക്കുന്ന അഗ്നിയിൽ അവനെ എറിയുക. ഖാലു ഇബ്നു ലഹു ബുന്യാനൻ ഫഅൽഖൂഹു ഫിൽ ജഹീം. നന്മ പറഞ്ഞതിൻ്റെ ഉള്ള പ്രതിഫലമാണ്. അവനെ ചുട്ടുകരിച്ചേക്കാൻ. അപ്പോൾ അക്രമകാരികളും തങ്ങളുടെ ദൈവങ്ങളുമായി തങ്ങളുടെ ഹൃദയത്തെ കെട്ടിയിടപ്പെട്ടവരുമായ ആ ജനതയുടെ യുക്തിബോധം ഇത്തരത്തിലുള്ളതായിരുന്നു. അള്ളാഹു എപ്പോഴൊക്കെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരെ അയക്കുന്നുവോ അപ്പോഴെല്ലാം ഇത്തരത്തിലുള്ള പ്രശ്നകാരികളും അക്രമകാരികളും മുളച്ചു പൊന്തുക പതിവാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലും ഈ വിഭാഗത്തിൽപ്പെടുത്താവുന്ന കുതന്ത്രശാലികളും മതഭ്രാന്തന്മാരുമായ മുല്ലാക്കളെ നമുക്ക് ചുറ്റും കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്.
ദുആ സഫലമാവുക വഴി അല്ലാഹു തആല തൻ്റെ ഭക്തദാസർക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് എന്നും അത് അന്ത്യവിധിനാൾ വരെ ഭക്തദാസർക്ക് ഒരു ഉദാഹരണമായി നിലനിൽക്കുമെന്നും കാണിച്ചു തന്നിരിക്കുന്നു. ആ ദുആ ഇപ്രകാരമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു, എൻ്റെ നാഥ, നീ എനിക്ക് സദ്വൃത്തരായ സന്തതികളെ നൽകണമേ. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ എന്ന് അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുന്നു. കാരണം തൻ്റെ പിതാവിനോട് പറഞ്ഞിട്ട്, തൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ട്, തൻ്റെ ജനതയോട് പറഞ്ഞിട്ട്, തൻ്റെ സമൂഹത്തോട് പറഞ്ഞിട്ട് ആരും ആ ഏകദൈവത്തെ വിശ്വസിക്കുവാനോ നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനോ അവർ തയ്യാറായി. ഇത്തരത്തിൽ അദ്ദേഹം തൻ്റെ പ്രബോധനം നടത്തി നോക്കിയിട്ട് ഫലമുണ്ടാകാതെ വന്നപ്പോൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. 37 അധ്യായം 101 വചനത്തിൽ അള്ളാഹു പറയും, സാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ തമ്പുരാനെ നീ എനിക്ക് നൽകണേ. അല്ലാഹു തആലയിൽ അടിയുറച്ച വിശ്വാസം അർപ്പിച്ച ഭക്തദാസനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്നും അദ്ദേഹത്തിൻ്റെ ഭക്തിയും അടിയുറച്ച വിശ്വാസവും എത്രമേൽ കരുത്തുറ്റതും അനിതര സാധാരണവുമാണ് എന്നും അള്ളാഹു ലോക ജനതയ്ക്ക് കാണിച്ചു തരുന്നു. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ആ ചരിത്രം നമുക്ക് വെളിപ്പെടുത്തി തന്നില്ലായിരുന്നുവെങ്കിൽ നാം ഇതെങ്ങനെ അറിയുമായിരുന്നു? അള്ളാഹു തആല ആ ചരിത്രത്തെ ഖുർആനിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു. അതിൽ ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാമയെ ബലിയർപ്പിക്കുന്നതായി കാണുന്ന സ്വപ്നത്തെപ്പറ്റി വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു. താൻ കണ്ട സ്വപ്നത്തെ സാക്ഷാത്കരിക്കണമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ആഗ്രഹിക്കുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ മകന് തിരിച്ചറിവ് പക്വത എത്തുന്ന പ്രായമാകുന്നതിനായി കാത്തിരിക്കുന്നു. തന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ മകൻ പ്രാപ്തിയാകുന്ന പ്രായമാകുന്നത് വരെ അദ്ദേഹം കാത്തു. അങ്ങനെ ആ സമയം വന്നെത്തിയപ്പോൾ താൻ അവനെ ബലിയർപ്പിക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അവനോട് വെളിപ്പെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മകനെ, ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നത്തിൽ കാണുന്നു. അതുകൊണ്ട് നീ ചിന്തിച്ചു നോക്കുക, എന്താണ് നിൻ്റെ അഭിപ്രായം? ഇങ്ങനെ പിതാവ് ചോദിക്കുന്ന വേളയിൽ മകൻ പ്രദർശിപ്പിക്കുന്ന ധീരമായ ത്യാഗ മനോഭാവം എത്ര ഉദാത്തമാണ്. ആ മകൻ എന്താ പറഞ്ഞത്? തീർച്ചയായും ഹസരത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിക്ക് തൻ്റെ മകൻ്റെ ഹൃദയവിശുദ്ധിയും വിശ്വാസദാർഢ്യവും എത്രയാണെന്ന് സമയമറിഞ്ഞ് ബോധ്യപ്പെടേണ്ടതും ഉണ്ടായിരുന്നു. കാരണം അള്ളാഹു അദ്ദേഹത്തിന് സകലശീലനായൊരു സുതനെക്കുറിച്ച് സുവിശേഷം നൽകിയിരുന്നു. ആ മകൻ അദ്ദേഹത്തിന് നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു, എൻ്റെ പ്രിയ പിതാവേ, താങ്കളോട് ആജ്ഞാപിക്കപ്പെടുന്നത് ചെയ്തു കൊള്ളുക. അള്ളാഹു ഉദ്ദേശിക്കുന്നതായാൽ സഹനം കൈക്കൊള്ളുന്നവരിൽ ഒരാളായി താങ്കൾക്ക് എന്നെ കാണാം. ഇത്തരത്തിലുള്ള മക്കൾ ഉണ്ടായി വരണമെങ്കിൽ എന്ത് വേണം? അവരെ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം, പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കണം. ഇങ്ങനെ മുൻകാലങ്ങളിൽ നടന്നിരിക്കുന്നു എന്ന് മാതാപിതാക്കളോടുള്ള സ്നേഹവും ആർദ്രതയും കരുണയും അനുസരണവും വിശുദ്ധ ഖുർആൻ്റെയും വിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൻ്റെയും കാലത്തിൻ്റെ ഇമാമിൻ്റെ ശബ്ദത്തിനൊത്ത് ചലിക്കേണ്ടതാണ് എന്ന ബോധ്യവും അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ മാതാപിതാക്കൾ ത്യാഗം സഹിക്കണം, ത്യാഗം വരിക്കണം. അതിനുവേണ്ടി ചെറിയ പെരുന്നാൾ ദിനത്തിലും വലിയ പെരുന്നാൾ ദിനത്തിലും അതുപോലെ വാർഷിക സമ്മേളന സദസ്സ് അത് ഖലീഫത്തുള്ള സംഘടിപ്പിക്കുന്ന ചെയ്യുവാൻ പറഞ്ഞതാണ്. സംഗമം നടത്തി ഈ ചൈതന്യം നമ്മളിൽ നിലനിർത്തിക്കൊണ്ടു പോകണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരെന്ത് നിർദ്ദേശിക്കുന്നു അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. അതിന് പോലും നമുക്ക് സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ, നമ്മുടെ ഭൗതികത നമ്മളെ വരിഞ്ഞു മുറുക്കി കെട്ടിയിടുകയാണെങ്കിൽ, നമ്മുടെ സാമ്പത്തിക നേട്ടങ്ങളും മറ്റു കാര്യങ്ങളും നമ്മെ അവയ്ക്ക് തടസ്സം നിർത്തുകയാണെങ്കിൽ നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വന്ന ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് ലഭ്യമാകുന്നതിന് എന്താണ് അതിൻ്റെ കാരണം? തൻ്റെ സമൂഹത്തിൽ തൻ്റെ പിതാവോ തൻ്റെ കുടുംബാംഗങ്ങളോ സമൂഹത്തിലുള്ള ഒരാൾ പോലുമോ വിശ്വസിക്കുവാൻ തയ്യാറാകാത്ത പരിസ്ഥിതി വന്നു. സകലരും എതിർത്ത് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നു അള്ളാഹുവിൽ നിന്നുള്ള വഴി കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ വാർദ്ധക്യ ദിശയിൽ സഹനശീലനായ ഒരു സുതനെ അല്ലാഹു തആല നൽകുന്നു. എന്നിട്ട് ആ പിതാവും പിതനും കൂടി ചേർന്ന് ഇന്ന് കഅബാലയം നിർമ്മിച്ചു. അതെല്ലാം ചരിത്ര സത്യങ്ങളായിട്ട് നിലകൊള്ളുന്നു. അവിടെ ഇന്നിതാ ലക്ഷക്കണക്കിന് ആളുകൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒഴുകുകയാണ്, നീന്തി തുടിക്കുകയാണ്. ഹൃദയം വിജൃംഭിതം ആയിത്തീരുകയാണ്. അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു ഏറ്റവും വലിയ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല.
അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. വലില്ലാഹി വൽ ഹംദ്, അവന് മാത്രമാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ? ഏതൊരു ഇബ്രാഹിമിനെ തൻ്റെ പിതാവും തൻ്റെ സമൂഹവും തിരസ്കരിച്ചുവോ, ഒരാൾ പോലും വിശ്വസിക്കുവാൻ തയ്യാറാകാതെ നിന്നുവോ, ആ പിതാവും സകലഹീനനായ ഒരു പുത്രനെ പ്രദാനം ചെയ്തപ്പോൾ അവരിരുവരും കൂടി ആ കഅബാലയം പുനർനിർമ്മാണം നടത്തിയപ്പോൾ ഇത് വല്ലതും ലോകത്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചതാണോ? ഇന്ന് ലോകം മുഴുവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തക്ബീർ ധ്വനികൾ, അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ പ്രകീർത്തനം ചെയ്യുന്ന നിലയിലേക്ക്. അത്തരത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വം പ്രകീർത്തനം ചെയ്യുന്ന ഒരു തലമുറ ഖിയാമത്ത് നാൾ വരെ നമ്മളിൽ നിന്ന് ഉണ്ടായി വരണം. അങ്ങനെ ഉള്ള പ്രാർത്ഥനകളാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിയുടെ സന്താന പരമ്പരയിലൂടെ, ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിലൂടെ ഉണ്ടായി വരുന്നു. ആ പ്രവാചകനോ ഖിയാമത്ത് നാൾ വരെ ഓരോ നൂറ്റാണ്ടിലും അള്ളാഹുവിൻ്റെ ദൂതന്മാർ ഈ കാര്യം പ്രഘോഷിക്കുന്നതിനായി ലോകത്ത് വന്നുകൊണ്ടിരിക്കുമെന്നുള്ള അതിമഹത്തായ പാഠം നൽകുകയും ചെയ്തു. അത് അപ്രകാരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ മഹത്വത്തിൽ പറയും. അങ്ങനെ നമ്മൾക്ക് ത്യാഗം സഹിക്കുവാനുള്ള, വരിക്കുവാനുള്ള ഒരു പ്രത്യേക ജീവിത വഴി നമുക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. എന്നും നിലനിൽക്കുന്ന സൗഭാഗ്യത്തിനായി നമ്മൾ ഒറ്റയ്ക്ക് ഇഹലോകം വിട്ടങ്ങ് ഖബറിലോട്ട് ചെല്ലുമ്പോൾ, ഖബറിൽ നിന്ന് വിചാരണ ദിനത്തിലേക്ക് മാറുമ്പോൾ, അവിടെ നിന്ന് സ്വർഗ നരകാദികൾ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ അഖിലവും ഇവിടെ മുൻകൂട്ടി നമുക്ക് നൽകിയിരിക്കുകയാണ്. നിങ്ങൾ ഇന്നതുപോലുള്ള വഴികൾ സ്വീകരിച്ചുകൊള്ളൂ. അല്ലെങ്കിൽ അപകടം പതിയിരിക്കുന്ന ജീവിത വഴിയിലൂടെയാണ് നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത വഴികൾ സുഗമമാക്കി തീർക്കുന്നതിന്, നന്മ നിറഞ്ഞതാക്കുന്നതിന്, ഒരു സൽസ്വഭാവ ജീവിതക്രമം കെട്ടിപ്പടുക്കുന്നതിന് നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അല്ലാഹു തആല ആ വഴി നമുക്ക് തുറക്കും. ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ പശ്ചാത്തപിക്കുക, മാപ്പ് ചെയ്യുക, കരുണ കാണിക്കുക. ഇതൊക്കെ ചെയ്യുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള സംഗമത്തിലോ ഉപദേശ നിർദ്ദേശങ്ങൾ കേൾക്കുന്നതിലോ ഒരർത്ഥവുമില്ല. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് പറഞ്ഞതുപോലെ ആയിപ്പോകും. അതുകൊണ്ട് നമ്മളിൽ കാര്യമായ മാറ്റങ്ങൾ വരണം. നമ്മളിത് അതിനുവേണ്ടി പരിശ്രമിക്കണം. അതുപോലെ പരിശുദ്ധമായ റമദാൻ മാസം ആസന്നമാകുന്ന സന്ദർഭത്തിൽ അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫ്, അതൊക്കെ ഇരിക്കുന്നതിന് വേണ്ടി അതിലിരുന്നാലുള്ള പ്രതിഫലം എന്തൊക്കെയാണ് എന്നും ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം എന്താണെന്നും ഇതൊക്കെ മഹത്വപ്പെടുത്തിയിട്ടുള്ള, അള്ളാഹു മഹത്വപ്പെടുത്തിയിട്ടുള്ള പ്രതിഫലം ഒരുപാട് നൽകുന്ന ആ സന്ദർഭങ്ങളെ നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ദിനം വീണ്ടും എൻ്റെ ജീവിതത്തിൽ വരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അങ്ങനെ ആ ദിനം വരുമ്പോൾ അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ട് നമ്മൾ എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മുടെ ഐഹിക ലോക ജീവിതത്തിലെ ഒരു കാര്യവും തടസ്സപ്പെടുത്താതിരിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. വാർദ്ധക്യ ദിശയിലെത്തിയിരിക്കുന്ന പിതാവ് താൻ പ്രാണന തുല്യം സ്നേഹിക്കുന്ന മകനെ ബലിയർപ്പിക്കണമെന്ന് ദിവ്യകൽപ്പന ലഭിക്കപ്പെടുന്നു. അത് ഒരേ ഒരു കുഞ്ഞുള്ളതിനെ നിങ്ങൾ ആ കൽപ്പന അനുസരിക്കുന്നു. സ്വന്തം കൈകളാൽ ആ കുഞ്ഞിനെ അറുക്കുന്നതിന് നിങ്ങൾ തയ്യാറാകുന്നു. ഇത്തരമൊരു ബലിക്ക് ഈ കാലഘട്ടത്തിൽ ആര് തയ്യാറാകും? അതും തൻ്റെ നാഥന് വേണ്ടി, തൻ്റെ പ്രീതി ലഭിക്കുവാൻ വേണ്ടി കാരുണ്യവാനായ അള്ളാഹു ഇസ്മായിൽ നബി അലൈഹി സ്വലമിൻ്റെ രക്തത്തിനായി ദാഹിക്കുകയായിരുന്നോ? അതോ തൻ്റെ ഭക്തദാസരുടെ ആത്മാർത്ഥതയുടെയും ഭക്തിയുടെയും ആഴമളക്കുവാൻ വേണ്ടി ആയിരുന്നുവോ? അപ്പം നമ്മുടെ ഭക്തി എത്രമാത്രമുണ്ട് എന്ന് അളക്കുന്നതിന് വേണ്ടിയുള്ള അളവുകോൽ ആണ്. അത് ചിലപ്പോൾ അതിതീവ്രമായിരിക്കും. നമ്മൾ അതിനു വേണ്ടി എടുത്തു ചാടുമ്പോഴാണ്, ആ അഗ്നിയിലേക്ക് എടുത്തു ചാടുമ്പോഴാണ് ആ അഗ്നി നമുക്ക് തണുപ്പായി മാറുന്നത്. അങ്ങനെ ചാടാൻ തയ്യാറാകാത്തവർ ഭയന്നും മാറിപ്പോകും. ഇതുപോലെ ത്യാഗം വരിക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. ആ ത്യാഗത്തിൻ്റെ വഴി നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നതാണ് ഈ. അപ്പോൾ ഏതൊരു സമൂഹം നമ്മളെ ഇന്ന് തിരസ്കരിക്കുന്നുവോ, തള്ളിക്കളയുന്നുവോ, ഇതിനെ അപമാനിക്കുന്നുവോ, അപഹസിക്കുന്നുവോ, അവരുടെ മുമ്പിൽ നാളെ നമ്മുടെ സന്താന പരമ്പരകളിലൂടെ ഈ തൗഹീദിൻ്റെ സന്ദേശം ലോകമെങ്ങും നിലനിൽക്കത്തക്ക നിലയിൽ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സത്യഭക്തന്മാരായ ആളുകൾ ദുആ ചെയ്യുകയും ഒരുമിച്ച് കൂടുകയും അവരുടെ ആത്മീയത സമ്പന്നമാക്കി തീർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. ഈ പരിശുദ്ധമായ വലിയ പെരുന്നാൾ ദിനത്തിൽ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു.
നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസരത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ നസീഷിന് ദീർഘായുസ് നൽകുകയും ആരോഗ്യവും ആഫിയത്തോടും കൂടി ദീർഘകാലം ജീവിപ്പിക്കുകയും നമുക്ക് ഏറ്റവും നല്ല ഉപദേശങ്ങൾ നൽകി മാനവകുലത്തിനെ ശരിയായ പാതയിലൂടെ ശരിയായ ദിശാബോധം നൽകി നയിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഖലീഫത്തുള്ളായുടെ ആയുരാരോഗ്യ ദൈർഘ്യ ജീവിതത്തിന് വേണ്ടി സദുദ്ദേശങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനയിലും നമ്മൾ നമ്മുടെ ഇമാമിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഒഴിവാക്കാതിരിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ അല്ലാഹു തആല വിട്ട ദൂതന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അല്ലാഹു തആല അതിമഹത്തായി കാണുകയും നമ്മളെ അതിശ്രേഷ്ഠന്മാരുടെ പട്ടികയിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നതാണ്. അത് വിസ്മരിക്കാതിരിക്കുക. ആ ഉപദേശങ്ങളനുസരിച്ച് നമുക്ക് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ വലിയ പെരുന്നാൾ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നമുക്ക് ഈ തക്ബീറോടുകൂടി ഈ പ്രസംഗങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഒരു തക്ബീർ തെളിയുള്ളൂ നിങ്ങൾ.